ഇപ്പൊ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം. നമ്മളിനി നേരെ വയനാട്ടിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട് മേപ്പാടി ഓടത്തോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആനകളെ കാട്ടിലേക്ക് തുരത്താൻ വനം വകുപ്പ് സംഘത്തിന്റെ ശ്രമം തുടരുകയാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വയനാട് മേപ്പാടി എന്താണ് നിലവിലെ സ്ഥിതി? അവിടെ ഇപ്പോഴും ഈ ആനക്കൂട്ടം ഉണ്ടോ? എത്ര ആനകളുണ്ട് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഈ വീടിന് മുന്നിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ നേരത്തെ ആന ഇറങ്ങിയ സ്ഥലം തന്നെയാണോ? പ്രജിൻ, ഈ മേഖല എന്ന് പറയുന്നത് സ്ഥിരം കാട്ടാനകളുടെ ശല്യമുള്ള മേഖലയാണ്. ഇവിടെയാണ് ഓടത്തോട് സ്വദേശി മുഹമ്മദ് എന്നയാളുടെ വീടിന്റെ മുമ്പിലെ ദൃശ്യമാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ആന നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ്. 8:15 പ്രദേശത്തെ വീടിന് സമീപത്തേക്ക് 2 കാട്ടാനകൾ എത്തിയത്. പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പിന്റെ ശ്രമം വിജയിച്ചിരിക്കുകയാണ്. അതായത് അതിനെ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ കാട്ടാനകളുടെ ശല്യം നിരന്തരമുള്ള മേഖലയാണ് ഈ മേപ്പാടി ഈ പ്രദേശം. ഇവിടെ മാത്രമല്ല, അതിന്റെ പരിസര പ്രദേശത്ത് പലയിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും വലിയ രീതിയിൽ അലോസരം സൃഷ്ടിക്കുന്ന മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ കാട്ടാനകളെ തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രജിൻ. ശരി, പ്രവിത. വയനാട്ടിൽ നിന്ന് സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.